أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുഅ്മിനൂൻ രണ്ടാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മളെടുത്ത കാര്യങ്ങളൊന്ന് പറയാണ്. ആദ്യം നമ്മൾ ഇസ്തിആദയുടെ പ്രാധാന്യമാണ് പറഞ്ഞത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വായ പറഞ്ഞ ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ആയത്ത് നമ്മുടെ വായയെ ശുദ്ധിയാക്കും. രണ്ടാമത്തെ പ്രാധാന്യം, അള്ളാഹുവിൻ്റെ ഖുർആൻ വായിച്ച് പഠിക്കാൻ ഇത് നമ്മുടെ വായയെ തയ്യാറാക്കും. മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പിശാചാകുന്ന ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ കഴിവില്ലായ്മയും അവനെ തോൽപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ കഴിവും ഈ ആയത്തിലൂടെ ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുക എന്നതാണ് ശൈത്താൻ്റെ പണി. അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തു നഹലിലെ 98-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത്, വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമുക്ക് ഓതാനുള്ള തെളിവും ഇതാണ്. നബിയെ, നീ ഖുർആൻ ഓതുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുക എന്ന്. കാരണം നമ്മൾ ഏതൊരു നന്മയുടെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോഴും ശൈത്താൻ അതിന് തടസ്സം നിൽക്കും. ഏറ്റവും വലിയ നന്മ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇസ്തിആദ കൊണ്ട് തുടങ്ങാം. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഇതൊരു ദുആയാണ്. കാരണം ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് അർ റഹ്മാൻ റഹീം. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അവൻ റഹ്മാനും റഹീമുമാണ്, അല്ലേ? കരുണയുള്ളവനും കരുണാവാരിധിയുമാണ്. അപ്പോൾ ഇത് രണ്ടും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഈ മാത്രമല്ല, ഏതൊരു ഹലാലായ കാര്യവും ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ചെയ്താൽ നമുക്കതിനെ കൂലിയുള്ള കാര്യമാക്കി മാറ്റാൻ പറ്റും. നമ്മളൊക്കെ വീട്ടമ്മമാരാണ്. നമ്മൾ അരി വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാൽ അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. അങ്ങനെ ഏത് ജോലി നമ്മൾ ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് കൂലിയുള്ള കാര്യങ്ങളാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഏത് ഹലാലായ കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ എന്ത് ചെയ്യുക? ബിസ്മില്ല പറഞ്ഞിട്ട് ചെയ്യുക. വാഹനത്തിൽ കയറുകയാണെങ്കിലും, വസ്ത്രം ധരിക്കുകയാണെങ്കിലും, ഊരാണെങ്കിലും, വീട്ടിലേക്ക് കയറുകയാണെങ്കിലും എല്ലാം നമ്മൾ ബിസ്മില്ല ചൊല്ലുക. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നമ്മൾ പൂർണ്ണമായി പറയേണ്ടത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് ഖുർആൻ ഓതുമ്പോൾ, രണ്ടാമത്തത് ഖത്തെഴുതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം പൂർണ്ണമായിട്ട് എഴുതണം. അത് 786 അല്ലെങ്കിൽ ബിസ്മി അങ്ങനെ മാത്രമല്ല, അവിടെ നമ്മൾ പൂർത്തീകരിച്ചിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് തന്നെ പറയണം. സൂറത്തുൽ മുഅ്മിനൂൻ്റെ 1-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് മഖ്റജ് ശ്രദ്ധിക്കുക. നാവിൻ്റെ അങ്ങേയറ്റം അഖ്സൽ ലിസാനിന്നാണ് ഖാഫ് വരിക. ഇസ്തിഅലാഇൻ്റെ ശബ്ദഭാരത്തോട് കൂടിയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. ഖദ്, ദാൽ സുക്കൂൻ കൽക്കല കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഖദ് തീർച്ചയായും എന്നാണ് അർത്ഥം വരിക. അഫ്ലഹ, ആ വരേണ്ടത് നമ്മുടെ തൊണ്ടയുടെ മുഴ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ആ വരേണ്ടത്. അഫ്, പിന്നെ മേലത്തെ പല്ല് അടിയത്തെ ചുണ്ടിൽ തട്ടിയിട്ട് കാറ്റോടുകൂടി അഫ് ലഹൽ. ആ ഹ വരേണ്ടത് കെട്ടുള്ള ഹായും ആയും വരേണ്ട തൊണ്ടയുടെ മുഴന്ന്. അതിനെ തൊട്ടു മുകളിൽ നിന്നാണ് ഹായും ആയിനും വരേണ്ടത്. അപ്പോൾ അഫ്ലഹ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ.
മുഅ്മിനൂൻ, മീം ളമ്മ മു, പിന്നെ ഹംസ സുക്കൂൻ, മുഅ്മിനൂൻ. കൽക്കല മുഅ്മിനൂൻ മുഅ്മിനൂൻ എന്നെല്ലാവരും പറയും, അങ്ങനെ കൊടുക്കാതെ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മുഅ്മിനായിട്ട് ജീവിച്ച് മരിക്കുക എന്നത് ഏതൊരു സത്യവിശ്വാസിയുടെയും സ്വപ്നമാണ്. അപ്പോൾ അതിലേക്ക് ഒരു മുഅ്മിനായിട്ട് നമ്മൾ മരിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ആയത്തില് അല്ലദീന 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 എന്ന് വേഗം ഓതിപ്പോവും, അങ്ങനെ പാടില്ല. നാവിന്റെ തുമ്പ് ഒരല്പം മുൻവശത്തെ പല്ലുകളുടെ വിടവിലൂടെ പുറത്തേക്ക് കാണിച്ചിട്ട് വേണം ഉച്ചരിക്കാൻ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖാശിഊൻ, ഈ ഖ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഒരിങ്ങനെ കാർക്കിക്കണ മാതിരി അങ്ങനെ പറയാനും പാടില്ല. ഖാശിഊൻ, ഖാശിഊൻ. الذين هم في صلاتهم خاشعون. അതായത് അല്ലദീന ഏതൊരു കൂട്ടരാണോ, ഹും അവർ, ഫീ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തിൽ, ഖാശിഊൻ ഭക്തി കാണിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇതേ അർത്ഥം വരുന്ന ഒരു ഹദീസ്, ഖദ് അഫ്ലഹ മൻ അസ്ലമ, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു. അതുപോലെ വറുസിഖ കഫാഫൻ, ജീവിതത്തിന് ആവശ്യമായ ഉപജീവനം നൽകപ്പെട്ടവൻ വിജയിച്ചിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ആള് വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹ്, അള്ളാഹു അവന് നൽകിയതിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവനും വിജയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ കിട്ടിയതിലൊന്നും തൃപ്തിപ്പെടാതെ എപ്പോഴും പരിഭവങ്ങളും പരാതികളും പറയുന്നവരാണ്. അങ്ങനെയുള്ളവർ മുഅ്മിനുകളല്ല എന്നാണ്. അങ്ങനെയൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പരിഭവങ്ങളും പരാതികളും ഇല്ലാതിരിക്കുക ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവർക്കാണ്. അപ്പോൾ അവർക്കാണ് ഈമാനുള്ളത്. ആ ഈമാന് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സില്ല എങ്കിൽ നമ്മളിൽ ശിർക്ക് വരും, നമ്മളിൽ കുഫ്ർ വരും, നമ്മളിൽ നിഫാഖ് വരും. അപ്പോഴാണ് നമ്മൾ ചരടിലേക്കും ഐക്കലിലേക്കും ഒക്കെ പോവുക. ചില ആളുകളെ വാഹനങ്ങളെ സ്റ്റിയറിങ്ങിലൊക്കെ പച്ച റിബണൊക്കെ കെട്ടിയിട്ടുണ്ടാവും അല്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെയെന്ന്. അപ്പം ജനങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്ക് അള്ളാഹു പോരാ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അള്ളാഹു എന്ത് നൽകിയോ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു ഈമാന് നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിച്ച സത്യവിശ്വാസികളിൽ ആകാൻ കഴിയുള്ളൂ. നമ്മൾ ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ദിവസത്തെക്കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തണം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, അതിൽ നന്മയായി ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തെങ്കിലും തിന്മ ഞാൻ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞാനത് ചെയ്യൂല റബ്ബേ, പുറത്തു തന്നെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു നന്മെങ്കിലും നമ്മൾ ചെയ്യാനും നോക്കുക. ഈമാൻ കിട്ടി മരിക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ് അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് എന്നത്. അതുതന്നെയാണ് സൂറത്തുൽ മുഅ്മിനൂന്റെ 2-ാമത്തെ ആയത്തിൽ പറയണത്. അത് നമസ്കാരത്തിൽ ഖുശൂ കിട്ടണമെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ആയത്തുകളുടെയും ദുആകളുടെയും ഒക്കെ അർത്ഥം നമുക്ക് മനസ്സിലാകണം. അതങ്ങനെ അറിഞ്ഞ് നമസ്കരിക്കുമ്പോൾ, അതേപോലെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ
കുതിരത്തിനെ ഓർക്കുക. അതേപോലെ നമ്മുടെ പാപങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ സ്വർഗം നരകം ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ അള്ളാഹുവെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നമസ്കരിക്കുക. ഞാനും നിങ്ങളും ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുവരെ മറന്ന പോലെ കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മ കിട്ടുക നമ്മുടെ നമസ്കാരത്തിലാണ്. നമ്മൾ നമസ്കാരത്തിൽ ഖുശൂ അല്ലെങ്കിൽ ഭക്തിയുള്ളവരായി നമസ്കരിക്കാൻ പറ്റുന്നത് ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതുമ്പോഴാണ്. അപ്പോൾ ഖുർആൻ പഠിക്കാൻ ഖുർആൻ ക്ലാസ്സിൽ എത്തുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് നമസ്കാരത്തിലെ ഈ ഭക്തി എന്നത്. പരലോകത്ത് വെച്ച് ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കുക നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ നമസ്കാരമാണ്. സൂറത്തുൽ മറിയമില് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നുണ്ട്, വഔസ്വാനി ബിസ്വലാത്തി വസകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം നമസ്കാരവും സകാത്തും നൽകുവാൻ എന്നോട് വസിയ്യത്ത് നൽകിയിരിക്കുന്നുവെന്ന്. ഈസാ നബിയുടെ സംസാരമാണെങ്കിലും ഇത് നമ്മളോടും കൂടിയുള്ളതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ നമസ്കാരം നിലനിർത്തണം. മാത്രമല്ല ഈ വസിയ്യത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിനും കൊടുക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തു മറിയമിലെ 55-ാമത്തെ ആയത്തിലെ ഇസ്മായിൽ നബി തൻ്റെ ജനങ്ങളോട് പറയാണ്. ഇസ്മായിൽ നബി തൻ്റെ ജനങ്ങളോട് പറയുന്നത് ഖുർആനിലുണ്ട്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്വലാത്തി. ഇസ്മായിൽ നബി എങ്ങനെയായിരുന്നു? തൻ്റെ കുടുംബത്തിനോട് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിച്ചവനായിരുന്നു. വസകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. അതേപോലെ തന്നെ സകാത്ത് കൊടുക്കാനും നമസ്കാരം നിലനിർത്താനൊക്കെ തൻ്റെ ആൾക്കാരോട് കൽപ്പിക്കുക മാത്രമല്ല, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അദ്ദേഹം സുസമ്മതനും അല്ലെങ്കിൽ വളരെ തൃപ്തിപ്പെട്ടവനുമായിരുന്നു എന്ന്. അപ്പോൾ ഇതുപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മൾ നമസ്കരിക്കണം. മാത്രമല്ല നമ്മുടെ വീട്ടുകാരോട് നമസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കും വേണം. എന്നിട്ട് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ വടിയെടുത്ത് പൊതിരെ തല്ലാനോ ശാപവാക്കുകൾ ഉച്ചരിക്കാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമസ്കാരം കൊണ്ട് ക്ഷമയോടെ അവരെ ഉപദേശിക്കുക എന്നുള്ളതാണ്. സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ ആയത്തിൽ പറയുന്നത്, വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ. നീ നിന്റെ സ്വന്തക്കാരോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. നീ നിന്റെ കുടുംബത്തിനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. അതിനായി നീ സഹനം അവലംബിക്കുകയും ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബാക്കിയിൽ പറയാ, ലാ നസ്അലുക റിസ്ഖ. ഇതിൻ്റെ പേരിൽ നാം നിന്നോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. നഹ്നു നർസുഖുക. മറിച്ച് നാമാണ് നിനക്ക് ഉപജീവനം നൽകുന്നത്. വൽആഖിബത്തു ലിത്തഖ്വ. ശുഭപര്യവസാനം തഖ്വയുള്ളവർക്കാണ് എന്ന്, ഭക്തിയുള്ളവർക്കാണ് എന്ന്. അപ്പോൾ നമസ്കാരത്തിലെ ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട് റസൂലുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കോഴി കൊത്തുന്നത് പോലെ പെട്ടെന്ന് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമസ്കാരത്തിൽ നിങ്ങൾ കുറുക്കൻ്റെ നോട്ടം നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജൂദിലേക്കാണ് നോക്കേണ്ടത്. അതിന് പകരം ആരെങ്കിലും കൂടി വരുന്നുണ്ടെങ്കിൽ ഇടം കണ്ടിട്ട് അവരൊന്ന് നോക്കുക. അങ്ങനെ പാടില്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമസ്കാരത്തിൻ്റെ ഖുശൂവിനെ വല്ലാതെ ബാധിക്കും. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ആകർഷണം തോന്നുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ട് പോകാൻ പാടില്ല. കാരണം അത് നമ്മുടെ പുറകിൽ നിൽക്കുന്ന ആളുകളെ, അവരുടെ നമസ്കാരത്തെ അത് വസ്വാസാക്കും. പിന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീട്ടുകാരെ ഉപദേശിക്കുമ്പോൾ നല്ല ക്ഷമ വേണം. നമുക്ക് നമസ്കാരം നിർബന്ധമാക്കിയത് ഹിജ്റ 2-ാം വർഷമാണ്. അതുവരെ, അതായത് 10 വർഷം റസൂലുള്ള ആളുകളെ ഈ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ റുബൂബിയത്തും ഉലൂഹിയത്തും
അസ്മാ വസിഫാത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ 2 വർഷം ഹിജറയും പോന്നിട്ടാണ് എന്ത് നമസ്കാരം എന്ന് പറയുന്ന സമ്മാനം അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, വിചാരണ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷമാണ് നമസ്കാരം നമ്മുടെ പൂർവികർക്ക് നിർബന്ധമാക്കിയത്. അതേപോലെ ദീനിയായ അറിവുള്ളവർക്ക് നമസ്കാരം സ്വമേധയാ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ദീനിൽ അറിവുണ്ടാക്കാൻ നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, കൂടെ നമസ്കരിക്കാൻ നമ്മുടെ കൂടെ നമസ്കരിക്കാൻ ഓരോ വക്തിലും നമ്മൾ ക്ഷമയോടെ പറയാം. ഈ സൂറത്തുൽ മുഅ്മിനൂന്റെ 2ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.